ബേസിലിനെ കൊണ്ട് എന്താ പറയുന്നത്, പറ്റുന്നില്ല. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന ഒരു രീതിയായി പോയി. അതായത് വാർപ്പ് മാതൃകകളിൽ നിന്നുള്ള ബേസിലിന്റെ ഒരു മാറ്റമാണ് എന്ന് വേണേ പറയാം. ഒരു മാസ് ക്യാരക്ടർ ഒന്നും പുള്ളിയെ കൊണ്ട് പക്ഷേ പറ്റുന്നില്ല. അല്ലേ, പുള്ളിയെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. പറ്റുന്നില്ല. ഇപ്പൊ പലരും പറയുന്നുണ്ട് ജനപ്രിയ നായകന് അതെ അതെ. പകരമായിട്ട് ബേസിൽ ബേസിൽ വരുവാന്നൊക്കെ. വരുന്നുണ്ട്. പക്ഷേ സി അത് ഒരു കാലഘട്ടത്തിൽ അതങ്ങനെ സംഭവിച്ചു. പക്ഷെ അതുപോലെ ഇപ്പൊ അന്ന് ദിലീപിന്റെ കൂടെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ടീം ഉണ്ടായിരുന്നു. കൊച്ചിൻ ഹനീഫ അതെ ഉണ്ടായിരുന്നു, അതെ അതെ. ഹരിശ്രീ അശോകൻ, സലീം കുമാർ, സലിംകുമാർ അതെ. ഇന്നിപ്പോ ആരാണ്, അൽത്താഫ്, ഇവരൊക്കെയാണ് ബേസിലിന്റെ കൂടെ ഉള്ളത്. അപ്പൊ കൂടെയുള്ള. അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഓക്കെ, മാറി ചിന്തിച്ചത് നന്നായി. ബേസിലിനെ ഒരേ രീതിയിൽ കണ്ട ആൾക്കാർ മടുത്തു തുടങ്ങിയപ്പോൾ ഒന്ന് വേറിട്ട് ചിന്തിച്ചത് നന്നായി. പക്ഷെ എന്താ പറയുന്ന, ഈ ഒന്നും മൂക്കണ്ടായോ? അല്ലാതെ മൂക്കാതെ പഴുത്ത് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെറിയ ചെറിയ ക്യാരക്ടറും പള്ളിയിലച്ചൻ റോളും അങ്ങനെയൊക്കെ ആയിട്ട് സൈഡായിട്ട് പോകുന്നതായിരിക്കും ബേസിലിന് കൂടുതൽ അഭികാമ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി ഇനിയിപ്പോ അടുത്ത ഡയറക്ഷനിലോട്ട് വീണ്ടും തിരിയാണെന്നൊക്കെ പറയുന്നു. മിന്നൽ മുരളി 2 അല്ലെങ്കിൽ വേറെ ഒരുപാട് ബേസിൽ പ്രോജക്ട്സ്. ആസ് എ ഡയറക്ടർ നമ്മളെല്ലാരും കാത്തിരിക്കുന്ന ഒരു ഡയറക്ടറാണ് ബേസിൽ. പക്ഷെ ഈ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് പടമാണ്. ഇന്ന് തന്നെ കണ്ടില്ല, തിരക്ക് കുറവാണ്. എന്നാലും ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജിങ് ആയിരുന്നു. അതിന്റെ ഒരു മൊമെന്റവും സ്പീഡും ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ലാഗ് അടിച്ച് പലപ്പോഴും ഞങ്ങൾ ഇറങ്ങി പോകാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫ് വാസ് ഓക്കെ, ഇറ്റ് വാസ് എക്സ്ട്രാ ബിറ്റ് ഗുഡ്. ഇതിൽ ഏതെങ്കിലും സ്ത്രീ കഥാപാത്രം ബേസിലിനെ തല്ലുന്നതായിട്ട് വല്ലതും ഉണ്ടോ? കാര്യം പുള്ളിയുടെ കണ്ടുവരുന്ന ഒരുപാട് പടങ്ങളില് പുള്ളിയെ ജയ ഇതിലങ്ങനെയില്ല. ജയയിലായാലും സൂക്ഷ്മദർശിനിയിലായാലും ലിജോ മോൾക്ക് സാധാരണ മലയാളത്തിൽ ഏത് മുഖ്യധാര പടങ്ങൾ ഏത് വന്നാലും സ്ത്രീകൾക്ക് അത്ര ഒരു റോളില്ല. ബട്ട് തമിഴിലെ പുള്ളിക്കാരി നന്നായിട്ട് നന്നായിട്ട് ജയ് ഭീമിലൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മലയാളത്തിൽ എനിക്ക് തോന്നുന്നു സംഭവം. അതെ അതെ, അത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ പടത്തിൽ അവർക്കൊരു അവരുടേതായ ഒരു റോള് കൊടുത്തിട്ടുണ്ട്. അതും ഓക്കെ ആണ്.